വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. റമദാൻ കരീം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തക്കാരനായിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ച ഐറ്റമായിട്ടാണ്. കല്ലുമ്മക്കായ നിറച്ച് പൊരിക്കുമ്പോൾ പലർക്കും പല ഡൗട്ടുകളുണ്ട്. കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ നിറക്കുന്ന ആ ഒരു എന്തൊക്കെയാണ് അതിൽ ഫില്ലിങ്സ്, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 1 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെ ഇങ്ങനെ പല പല എന്താ പറയുക കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ഉരച്ച് കളയണം. എന്നിട്ട് വീണ്ടും നമ്മൾ അത് ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കത്തി കൊണ്ട് അതിൻ്റെ സൈഡൊന്ന് കീറി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ആ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചെടുത്താൽ ഇത് സിമ്പിളായിട്ട് ഓപ്പൺ ആക്കി കിട്ടും. അല്ലാണ്ട് നമ്മൾ വേറെ കല്ലുകൊണ്ടൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങോട്ട് സൈഡ് വലിഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ ചെമ്മീൻ്റെ ഉള്ളിലുണ്ടാവുന്ന പോലെ ഒരു നാരുണ്ട്. ആ നാര് നമ്മൾ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ചെമ്മീനിന് പറയുന്ന പോലെ തന്നെ വയറുവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാര് നമുക്ക് ഒരു സൈഡ് നമുക്കിങ്ങനെ ഈ സൈഡ് കണ്ടില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ നാര് കിട്ടും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ നാര്. വളരെ ചെറുതാണ് കേട്ടോ, സൂക്ഷ്മമായിട്ട് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ അതെന്തായാലും നമ്മൾ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ വയറുവേദന വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ കാഷ്ടമൊക്കെ കളഞ്ഞ് വീണ്ടും ഒന്നും കൂടെ വെള്ളത്തിൽ ടാപ്പ് വാട്ടറിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വലിയൊരു ചെമ്പെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചാൽ മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും പൊടികൾ, മൺപൊടികൾ, തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊറിക്കിട്ടും. അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഊറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി, പിന്നെ 1 ടീസ്പൂണ് മട്ടരി എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമല്ല, ഞാനൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 വലിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂണ് ജീരകം, പിന്നെ 1 തേങ്ങയുടെ പകുതി, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി വേണം കേട്ടോ. പിന്നെ നമ്മുടെ അരി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഗ്രൈൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് അരച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഉള്ളി, ചെറിയ ജീരകം, പെരുംജീരകം, തേങ്ങ എല്ലാം ഇട്ട് കുറച്ചായിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഞാൻ ഒറ്റ ട്രിപ്പിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ആദ്യത്തേതിൽ ഞാൻ ആദ്യം അരി അരച്ചെടുത്ത്, പിന്നത്തിലാണ് നമ്മൾ ഉള്ളിയും അതുപോലെ പെരുംജീരകം, ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത് വീണ്ടും നമ്മൾ കൈകൊണ്ട് തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 വലിയ ടേബിൾ സ്പൂണ് അരിപ്പൊടി, നമ്മൾ പത്തിരിക്കൊക്കെ ഇതാക്കുന്ന അരിപ്പൊടി. പിന്നെ നമ്മളൊന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മാവ് എത്രത്തോളം ലൂസാണോ അത് ടൈറ്റാക്കി കൊണ്ടുവരേണ്ടത് നമ്മൾ ഈ അരിപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അധികം ലൂസാവാണ്ടേ ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. അതേ കല്ലുമ്മക്കായയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കല്ലുമ്മക്കായും എടുത്ത് ഒരു കൈപ്പിടിയിൽ നമുക്ക് ഉരുള ഉരുത്തുന്ന പോലെ കുറച്ച് പൊടി എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ കല്ലുമ്മക്കായലും നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി അടുത്ത പ്രോസസ്സ് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീമർ റെഡിയാക്കി വെക്കുക. അപ്പോൾ വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഓരോ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായയും സ്റ്റീം ചെയ്ത് എടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഇത് 20 മിനിറ്റിന് ശേഷം
അത് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ. പുറത്തൊക്കെ എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആ തോട് കളയണം. തോട് കളഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് മാറുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമേ തോട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ആ തോടിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടാറിയതിന് മാത്രം തോട് റിമൂവ് ആക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് ഓരോ കല്ലുമ്മക്കായുടെയും തോട് അടർത്തി മാറ്റാം. കല്ലുമ്മക്കായ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ചില തോടുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് തോട് മാറ്റുമ്പോൾ ആ കല്ലുമ്മക്കായും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നല്ല തോടൊക്കെ കളഞ്ഞ് അവർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊരിച്ചെടുക്കാം വരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ചധികം, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ചിലവർ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, പക്ഷെ മല്ലിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നില്ല. ഗരം മസാലപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തോല് കളഞ്ഞിട്ടുള്ള ഓരോ കല്ലുമ്മക്കായും ഈ ഒരു മിക്സിയിലേക്ക് മുക്കി അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല മസാല പൊതിഞ്ഞിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ആയിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കല്ലുമ്മക്കായ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഓൾറെഡി ഇത് നമ്മൾ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് പൊരിക്കുമ്പോൾ തന്നെ എന്താ മണം! മാത്രമല്ല നമ്മൾ ആ കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് നല്ല നാടൻ മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ രുചികരമായിട്ടുള്ള കല്ലുമ്മക്കായ റെഡി. നമുക്ക് ഈ റമദാന് കല്ലുമ്മക്കായ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.